ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് പുതിയൊരു റെസിപ്പി പരിചയപ്പെടാം. ഇപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ ചക്കക്കുരുവിന് ഒരു ക്ഷാമവും കാണില്ല. എല്ലാ വീട്ടിലും ഇപ്പോൾ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ട്രൈ ചെയ്തോ. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ചക്കക്കുരു എടുത്ത് ഈ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെയാണെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും, കാണാനും നല്ല ഭംഗിയായിരിക്കും. നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കുക. അത് കഴിഞ്ഞ് അതിനൊരു കുക്കറിലേക്ക് ഇട്ട് പിന്നെ ഇതിലേക്ക് സ്പെഷ്യലായിട്ടൊരു സാധനം ചേർക്കാനുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, എന്നാലും ഇത് ചേർക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഉണക്കച്ചെമ്മീൻ. ഇത് കഴുകി വൃത്തിയാക്കിയ ഉണക്കച്ചെമ്മീനാണ്. ഇത് ഈ കറിയുടെ കൂടെ ആകുമ്പോൾ അടിപൊളിയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ട അടുത്ത സാധനം എന്ന് വെച്ചാൽ പുളിയാണ്. വാളംപുളിയിലെ അതാണ് ആവശ്യം. പിന്നെ നമ്മൾ ചക്കക്കുരുവൊക്കെ എടുത്ത് ഒരു കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് ഉണക്കച്ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കുക. ഉണക്കച്ചെമ്മീൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. പക്ഷേ അത് ഇടുമ്പോൾ ഉള്ള ടേസ്റ്റ് അത് അപാരമാണ്. അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി ചേർക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുക. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുളി അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ വെള്ളം ഇതിലേക്ക് ചേർക്കുക. അത്യാവശ്യത്തിനുള്ള മാത്രം ചേർത്താൽ മതി. അധികം പുളി ആവും വേണ്ട, എന്നാൽ കുറയാനും പാടില്ല. ആ ഒരു രീതിയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. പുളിവെള്ളം ഉണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ പച്ചവെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി അത് ഇളക്കി കൊടുക്കുക. ഇനി അത് അവിടെ കിടന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് തേങ്ങ ചിരകി വെക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് കുറച്ച് വെളുത്തുള്ളി. ഒരു 5-6 അല്ലി മാത്രമേ ആവശ്യമുള്ളൂ. അത് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ കുറച്ച് തേങ്ങയും വെളുത്തുള്ളിയും കൂടെ എടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ചക്കക്കുരുവൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ വെന്തിട്ടാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ നേരത്തെ ചിരകി വെച്ച തേങ്ങയും വെളുത്തുള്ളിയും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിന് എണ്ണയിലൊന്നും ആവശ്യമില്ല കേട്ടോ. എണ്ണയൊന്നും ഇല്ലാതെ ഉണ്ടാക്കുന്ന ഈസി ആയിട്ടുള്ള ഒരു കറിയാണിത്. അങ്ങനെ തേങ്ങയൊക്കെ ചേർത്ത് കഴിഞ്ഞ ശേഷം നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ഇതിന് മെയിനായിട്ടുള്ള സാധനമാണ് മല്ലിപ്പൊടി. നമ്മൾ വറുത്ത മല്ലിപ്പൊടിയില്ലേ, അതൊരു 2 സ്പൂണിലത്തേക്ക് ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് ഗ്യാസ് ഓൺ ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് നന്നായി തിള വന്ന ശേഷം നമുക്കിത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്.